ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മമ്മൂക്ക വിമർശകർക്കുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹം ഒരു അസുഖബാധിതനായിട്ട് അദ്ദേഹം ഒരു നീണ്ട റെസ്റ്റിലായപ്പോൾ ഒരുപാട് അദ്ദേഹത്തിനെ എന്താ പറയുക, പരസ്യമായിട്ടല്ല രഹസ്യമായി എതിർക്കുന്നവരുടെ ഒരുപാട് കമൻസുകളൊക്കെ ഉണ്ട്. ഇനി ആ പഴയ പോലെ മമ്മൂട്ടിക്ക് നടക്കൂല, ആക്ഷൻ പറ്റൂല, അദ്ദേഹം ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സിനിമ ചെയ്യില്ല. പിന്നെ ഈ വരാൻ പോകുന്ന പാട്രിയോട്ടിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സീൻസൊക്കെ വെട്ടിക്കുറച്ച് പകരം നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടറാണ് എന്നൊക്കെ ഒരുപാട് കിംവദന്തികളൊക്കെ വന്നു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നിറങ്ങി. വീണ്ടും അദ്ദേഹം പാട്രിയോട്ടിൽ ജോയിൻ ചെയ്തു. നീണ്ട ഒരു ഷൂട്ടായിരുന്നു പിന്നീട്. ഈ സിനിമയിൽ ഇവന്മാരുടെയൊക്കെ ഈ വിമർശകരുടെയൊക്കെ വായടപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാകും ഈ സിനിമ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എഴുതി വെച്ചോളി നിങ്ങൾ. അദ്ദേഹത്തിന് 100 കോടിയില്ല എന്ന് പറഞ്ഞവർമാർക്കുള്ള ചുട്ട മറുപടിയാവും. കേരളത്തിൽ മാത്രം ഒരു മലയാള സിനിമ 625 സ്ക്രീനിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമ ഇനി പാട്രിയോട്ടാവും. ഏറ്റവും കൂടുതൽ ഫാൻ ഷോ കളിക്കുന്ന കേരളത്തിലും അന്യ സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലും ഏറ്റവും കൂടുതൽ ഫാൻ ഷോ എന്ന റെക്കോർഡ് ഇനി പാട്രിയോട്ടിന് സ്വന്തമാവും. നമ്മുടെ കേരളത്തിൽ ഈ വരുന്ന ഞായറാഴ്ച ചിത്രത്തിൻ്റെ ബുക്കിംഗ് തുടങ്ങും. ഗൾഫ് കൺട്രീസിലൊക്കെ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞ് എന്തായാലും വമ്പൻ റിലീസിലാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അവരൊക്കെ പറയുന്നുണ്ട്, മമ്മൂക്കയും അവരൊക്കെ പറയുന്നത് കണ്ടൻറ്റാണ് ഇതിൻ്റെ മെയിൻ എന്നുള്ളത്. ഓക്കെ, ഇതിൽ കണ്ടൻറ്റ് തന്നെയാണ് മെയിൻ, അതിലൊരു സംശയം വേണം. പക്ഷേ മലയാളത്തിന് 2 ബിഗംസ് വരുമ്പോൾ കണ്ടൻറ്റ് മാത്രമല്ലല്ലോ, അവരെ കാണാൻ വേണ്ടിയും ജനങ്ങൾ ആർത്തിരമ്പി വരൂലേ. അത് നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ 18 വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. പിന്നീട് ഇതിൽ നമ്മുടെ ലാലേട്ടന് ഒരു 30-35 മിനിറ്റോളമുള്ള ഒരു ക്യാമിയോ, ഒരു ഗസ്റ്റ് ആണ് എങ്കിൽ കൂടി ഒരു അത്യാവശ്യം റോളുള്ള ഒരു മെയിൻ റോൾ തന്നെയാണ് അദ്ദേഹം. പക്ഷേ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ. കാരണം മമ്മൂക്ക അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം ഓരോ കണ്ടുപിടുത്തങ്ങൾ, അതായത് നമ്മുടെ നാടിൻ്റെ ഓരോ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് അതിനുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സിനിമ പറയുന്നതിനും നമ്മുടെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന അല്ല നടക്കുന്ന ഒരു സംഭവമാണിത് പറയുന്നത്. അതെന്തായാലും സിനിമ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉള്ള ഒരു ചിത്രമാകും ഈ പാട്രിയോട്ട്. ഈ സിനിമക്കകത്ത് ഏകദേശം 6 ഫൈറ്റോളം ഈ സിനിമക്കകത്ത് എന്ന് കരുതി ഇതൊരു മാസ് മസാല മൂവിയല്ല. ഇതൊരു ക്ലാസ് ബോളിവുഡ് ടൈപ്പ് രീതിയിൽ പറയാവുന്ന ഒരു ചിത്രമാണ്. എന്നാൽ ഇതൊരു വമ്പൻ സ്റ്റാർ കാസ്റ്റും അതുപോലെ തന്നെ വമ്പൻ ബഡ്ജറ്റുള്ള പടമാണ്. ഏകദേശം 6 ഫൈറ്റോളം ചിത്രത്തിലുണ്ട്. നമ്മുടെ മമ്മൂക്കയ്ക്ക് ഇതിൽ 4 ഫൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന് ഒരു ഫൈറ്റ് ഉണ്ട്. ഒരു ഫൈറ്റല്ല, അദ്ദേഹം മമ്മൂക്കയും ലാലേട്ടനുള്ള 2-3 കോമ്പിനേഷൻ ഫൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഫൈറ്റ് ഉണ്ട്. ആ ലാലേട്ടൻ്റെ ഫൈറ്റിൻ്റെ പോർഷനൊക്കെ എടുത്ത് നമ്മുടെ എടപ്പാൾ, എൻ്റെ അടുത്ത നാടായ എടപ്പാളിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായത്. അന്ന് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ അസുഖത്തിൻ്റെ പ്രശ്നം കൊണ്ട് അദ്ദേഹം റെസ്റ്റിലായിരുന്നു. ആ ഒരു ടൈമിലാണ് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു റോൾ. പിന്നെ ഉള്ളത് ഫഹദ് ഫാസിലും ചാക്കോച്ചനും തമ്മിലുള്ള ഫൈറ്റാണ്. അതൊരു കിടിലൻ ഫൈറ്റാണ്. പക്ഷേ ഇതിൽ മമ്മൂക്കയുടെ ഏറ്റവും കരിയർ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പോകുന്ന ഒരു ഫൈറ്റും കൂടിയുള്ള ഒരു പടവും പാട്രിയോട്ട്. കാരണം നിങ്ങളൊന്നും കാണാത്ത ഈ 75-ാം വയസ്സിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇന്നത്തെ യുവാക്കൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവരൊന്ന് ചിന്തിക്കേണ്ട ഒരു സംഭവമാവും. എന്തായാലും വെയിറ്റ് ചെയ്യാം. മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമായ പാട്രിയോട്ടിന് വേണ്ടി മെയ് 1 കേരളം കത്തും, അല്ലെങ്കിൽ ഈ 2 ബിഗംസ് കത്തിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം.